സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ചേരുവകൾ വെറും അരിയും പാലും പഞ്ചസാരയുമാണെങ്കിൽ ആർക്കു വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഇതുണ്ടാക്കാമല്ലോ അല്ലേ? എന്നാൽ തിരുവിതാംകൂറിലെ ശക്തനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവും ഇതുപോലെ തന്നെയാണ് ചിന്തിച്ചത്. അമ്പലപ്പുഴ പാൽപായസത്തിന്റെ രുചിയിൽ ശരിക്കും മയങ്ങിപ്പോയ മഹാരാജാവ് ഒരു തീരുമാനമെടുത്തു. ഈ അമൃത് തന്റെ കൊട്ടാരത്തിലും തയ്യാറാക്കണം. അതൊരു വെറും ആഗ്രഹമായിരുന്നില്ല, അതൊരു രാജകീയ കൽപ്പനയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, മഹാരാജാവ് ഒരു കുറവും വരുത്തിയില്ല. അമ്പലപ്പുഴയിലെ അതേ പാരമ്പര്യ പാചകക്കാരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. അവർ ഉപയോഗിക്കുന്ന അതേ ഇനം അരിയും പാലും പഞ്ചസാരയും അവിടെ എത്തിച്ചു. അതുമാത്രമല്ല, അവർ പായസം വയ്ക്കുന്ന ആ ഭീമാകാരനായ ചെമ്പുപാത്രമായ വാർപ്പുപോലും അതേപടി തിരുവനന്തപുരത്തെത്തിച്ചു. അതായത് ഭൗതികമായി ഒരു മാറ്റവും വരുത്തിയില്ല. പക്ഷെ ഫലമെന്തായെന്നോ? മണിക്കൂറുകൾക്ക് ശേഷം വാർപ്പ് തുറന്നപ്പോൾ അതിൽ കണ്ടത് പിങ്ക് നിറത്തിലുള്ള ആ അമൃതേതായിരുന്നില്ല, മറിച്ച് വെളുത്ത നിറത്തിലുള്ള ഒരു സാധാരണ കഞ്ഞി. രുചിയാണെങ്കിൽ അമ്പലപ്പുഴ പായസത്തിന്റെ 7 അയലത്തുപോലും എത്തിയില്ല. മഹാരാജാവിന് ദേഷ്യവും നിരാശയും സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പ്രധാന പാചകക്കാരനെ വിളിപ്പിച്ചു. എല്ലാം ഇവിടെയുണ്ടല്ലോ, എന്നിട്ടും എന്താണ് പിഴച്ചത്? ആ ചോദ്യത്തിനു മുന്നിൽ നിന്നാണ് ആ വലിയ രഹസ്യം പുറത്തുവന്നത്. ഇതായിരുന്നു ആ നിർണായകമായ വെളിപ്പെടുത്തൽ. പാചകക്കാരൻ പറഞ്ഞു, പ്രഭു, അങ്ങ് എല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നു. പക്ഷേ അങ്ങേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത 2 പ്രധാന ചേരുവകൾ ഇപ്പോഴും അമ്പലപ്പുഴയിൽ തന്നെയുണ്ട്. അതിൽ ആദ്യത്തേത് അവിടത്തെ പുണ്യജലമായിരുന്നു. അതേതെങ്കിലും കിണറ്റിലെ വെള്ളമല്ല. ക്ഷേത്രത്തിലെ ശ്രീകോവിലിനോട് ചേർന്ന് ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നെന്ന് വിശ്വസിക്കുന്ന മണിക്കിണർ എന്ന പുണ്യതീർത്ഥമുണ്ട്. അതിലെ ജലമാണ് പായസത്തിന് ഉപയോഗിക്കുന്നത്. ആ ജലം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ മഹാരാജാവിന് കഴിഞ്ഞില്ല. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചേരുവ ഇതായിരുന്നു: സാക്ഷാൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ ദൈവീക സാന്നിധ്യം. പാചകം ചെയ്യുമ്പോൾ ഭഗവാൻ നേരിട്ടവിടെ സന്നിഹിതനാണെന്നാണ് വിശ്വാസം. ആ സാന്നിധ്യം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഒരു രാജാവിനും സാധ്യമല്ലല്ലോ. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ യഥാർത്ഥ മൂല്യം അതിന്റെ പാചകക്കുറിപ്പിലൊതുങ്ങുന്ന ഒന്നല്ല. അത് വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒരു വലിയ ലോകമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഓരോ തവണ പായസം തയ്യാറാക്കുമ്പോഴും അതാ പഴയ ദൈവിക വാഗ്ദാനം നിറവേറ്റുകയാണ്. ഓരോ ചേരുവയും അതിലേക്ക് ചേർക്കുന്നതിനു മുൻപ് പൂജാരിമാർ ഭഗവാന്റെ അനുവാദം ചോദിക്കുന്ന ഒരാചാരം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗോപാല കഷായം, അതായത് കൃഷ്ണന്റെ പാനീയം എന്നൊക്കെ വിളിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് അനുഭവിച്ചറിയാൻ മാത്രം കഴിയുന്ന ഒന്നാണ്. അപ്പോ അടുത്ത തവണ നിങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം രുചിക്കുമ്പോൾ ഒന്നോർക്കുക, അതൊരു മധുരം മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു വാഗ്ദാനത്തിന്റെ, ഒരു കടത്തിന്റെ, തീരാത്ത ഭക്തിയുടെയൊക്കെ കഥ കൂടിയാണ് നിങ്ങൾ രുചിക്കുന്നത്.